ജോയ് സാറേ തിരക്കിലാണോ? സാർ ഞാൻ ഒരു ക്യാമ്പസ് ടൂർ എടുക്കാൻ വന്നതിനു. അപ്പോൾ എൻ്റെ പേര് ശിവാനി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. സാറോട് ജസ്റ്റ് ഒന്ന് വന്നാൽ നമുക്ക് ഈ ക്യാമ്പസ് മൊത്തം ഒന്ന് കാണാൻ. ക്യാമറാമാൻ റെഡി? നിങ്ങളും എല്ലാം റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ശിവാനി ഇവിടെ നീറ്റിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എജുപോർട്ടിൻ്റെ ഡയറക്ടറും പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ക്യാമ്പസിൻ്റെ എല്ലാമായ ജോജു സാർ. ജോജു സാർ, സാധാരണ നമ്മൾ ഈ ഫിലിമിലൊക്കെ കേൾക്കലുണ്ട് നായകന്മാർ പറയുന്നത് നിൻ്റെയൊക്കെ പ്രായമാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന്. സാർ കേട്ടിട്ടുണ്ടോ അങ്ങനെ? പക്ഷെ ഇവിടെ അതൊന്നുമല്ല അവസ്ഥ. ഈ ജോജു സാറ് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ശിജിലേട്ടൻ ജനിച്ചിട്ട് പോലും ഇല്ല. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ജനിച്ചിട്ടില്ല, മാത്രമല്ല എൻ്റെ ഉമ്മക്ക് ഉറപ്പായിട്ടും ഒരു 10 വയസ്സോ അങ്ങനെ ആയിണ്ടാവും. ഉറപ്പായിട്ടും ശിവാനിൻ്റെ അമ്മ പോലും ജനിച്ചിട്ടുണ്ടാവില്ല ആ ടൈമിന്. അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോജു സാറാണ്. ജോജു സാറെ എന്താ പറയാൻ നോക്കിയല്ലേ നിങ്ങള്? എന്നെ ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകം തോന്നുന്നത് ഈ ചെറിയ ലെവൽ തൊട്ട് ഇത്രയും വലിയ ലെവൽ വരെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു മുഷിപ്പ് വരാതെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. എൻ്റെ വിജയമല്ല, എൻ്റെ സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം 35 കൊല്ലമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ 35 അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാദർ 57 കോളേജ് തുടങ്ങി, തൃശ്ശൂർ കുന്നംകുളത്ത് മാതാ കോളേജ് കുന്നംകുളത്ത്. അതിനുശേഷം എൻ്റെ 6ാം ക്ലാസ് സമയത്ത് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കോളേജിലേക്ക് പോയിരുന്നു. അതിന് കാരണമുണ്ട്. എൻ്റെ ഫാദറിന് വയ്യാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാ ദിവസവും താക്കോലുമായിട്ട് ആ കോളേജ് തുറക്കാനായിട്ട് എന്നെ വിടുക ഉള്ളത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയും എല്ലാ ദിവസവും കാലത്ത് തുറക്കുന്ന സിറ്റുവേഷനിലേക്ക് മാറി. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജീവിതത്തിൽ വന്ന ചെറിയ വഴിത്തിരിവായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടന്നു വരികയാണ്. ഞാനത് പറഞ്ഞു, തമ്പുരാൻ്റെ ഒരു നിയോഗം പോലെയാണ് എന്നെ ആക്കിയിട്ടുള്ളത്. ശിവാനി പോവാണോ? എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ബെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത്തോളം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചൂടായിട്ടൊരു കാര്യമില്ല. അവരെ സ്നേഹിക്കുക വേണ്ടേ. അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്നേഹം കിട്ടുന്നില്ല. പേരൻസ് ആയാലും വളരെയധികം പ്രഷറിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കുട്ടികളിവിടെ വരുമ്പോൾ വളരെ പ്രഷറിലാണ് ഇരിക്കുന്നത്. അവരെ റിലാക്സ് ചെയ്ത് സ്നേഹിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ക്രൈസ് വരും, പഠിക്കാനുള്ള ക്രൈസ് വരും. പഠിക്കാനുള്ള ക്രൈസ് വന്നാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. മോൾക്ക് എങ്ങനെയാ തോന്നിയത്? ഫസ്റ്റ് ഇവിടെ വരുമ്പം ഇത് കണ്ട് ഭയങ്കര പേടിച്ച് ഇതൊന്നും ഫ്രണ്ടിൽ നിന്ന് ഇപ്പോഴാണ് ഞാൻ ഒന്നും കൂടി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചെന്ന് സാറിനെയാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ചെല്ലുമ്പം തന്നെ കുറേ നാളായിട്ട് പരിചയമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ അമ്മ അനിയത്തിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ഹോംലി ഫീൽ സാറിനെ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ പോലെ തന്നെയാണ് സാറിൻ്റെ സംസാരിക്കുമ്പോഴും. എപ്പോഴും ഈ വൈറ്റ് ഒരു നമ്മളൊക്കെ പറയും വെള്ളരിപ്പറാവ് അങ്ങനെയൊക്കെ എപ്പോഴും നമ്മളെപ്പോൾ ഡെസ്പായാലും എപ്പോൾ ഒരു നെഗറ്റിവിറ്റി വന്നാലും അതൊക്കെ മാറ്റി ഒരു എപ്പോഴും എന്താ സാറ് പറയണമെന്ന് വെച്ചാൽ നമുക്കൊരു അത്യാഗ്രഹം വേണം പഠിക്കാനെന്ന് പറയും. ആ ഒരു അത് നമ്മളിങ്ങനെ അങ്ങനെ പകർന്ന് തരാൻ സാർ. +1 +2 സമയത്താണ് എജുപോർട്ടിനെ കുറിച്ച് അറിയണതും അവരെ ക്ലാസ് റെഫർ ചെയ്യാനൊക്കെ തുടങ്ങിയത്. ലൈവൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് കണ്ടൻറ്റും കോൺസെപ്റ്റും ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ +1 +2 എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നീറ്റിന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്തു. പിന്നെ റിപ്പീറ്റ് ചെയ്യണ ആ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മുടെ ആ കാർട്ടിൽ നമുക്ക് എജുപോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ കൊള്ളാം. ഞാൻ ക്ലാസ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ ഇഷ്ടമാവും. എനിക്ക് ആ ഒരു ഓക്കെ ആയിരുന്നല്ലോ ആ ക്ലാസ് +1 +2. അപ്പോൾ നീറ്റിന് വന്നാലും ഓക്കെ ആയിരിക്കുമെന്ന് തോന്നിയിട്ട് ഞാൻ അവരുടെ ക്രാഷ് പ്രോഗ്രാംസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി. കൊള്ളാം, നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങനെ എജുപോർട്ടിലെത്തിയിട്ടാണ് മനസ്സിലാവുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ജോജി സാറായാലും പിന്നെ നമ്മുടെ മെൻറ്റേഴ്സ് ആയാലും നമ്മുടെ വാർഡനായാലും ആ ഒരു നമ്മളിങ്ങനെ പറയണമെങ്കിലും ഒരു ഹോംലി ഫീലാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസ്പ് ആകുമ്പോൾ പോസിറ്റിവിറ്റി അങ്ങനെ തരാനൊക്കെ.
പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങൾ ജസ്റ്റ് നേരത്തെ വന്നപ്പോൾ ഞാൻ ശിവാനിനോട് ഒന്ന് കാഷ്വലായി സംസാരിച്ചപ്പോൾ ശിവാനി പറഞ്ഞത് മുന്നത്തെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഇവിടുത്തെ ക്യാമ്പസ് ടൂർ കണ്ടിരുന്നു പറഞ്ഞില്ലേ, അത് കണ്ടപ്പം 2-3 കുട്ടികൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ ശിവാനി പറയുന്നത് ഞാൻ ഓല് പറഞ്ഞ് വിശ്വസിച്ചില്ല, അത് തള്ളാണെന്നാണ്. കാരണം കുട്ടികൾ അത്രയും അടിപൊളിയായിട്ടാണ് ഫുഡിനെ കുറിച്ചാണെങ്കിലും ഫാക്കൽറ്റീസിനെ കുറിച്ചാണെങ്കിലും പിന്നെന്താ സാറിനെ കുറിച്ചാണെങ്കിലും ഒക്കെ പറഞ്ഞത് അത്രക്കൊരു ഭയങ്കര ഇതിലാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇത് ഞാൻ മുന്നേ ഒരു ക്യാമ്പസ് ടൂറിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് ഇത് തള്ളാണ് അല്ലെങ്കിൽ സത്യമല്ല എന്ന് തോന്നുന്ന വിധത്തിൽ അടിപൊളിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ പുറമെ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇവിടെ വന്നാൽ നമുക്കത് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ക്ലാസ്സിന് ടൈമിലായാലും ഇപ്പം നമ്മൾ +1 +2 കുറേ ടോപ്പിക്കൊക്കെ മറന്ന് ബേസ് ഒക്കെ പോയി ആ ഒരു അവസ്ഥയാണ് ഇവിടെ. നമ്മൾ എല്ലാവരും ഒന്നും പറയണില്ല, സ്റ്റേറ്റ് ആയിരുന്നു, ഞാൻ എൻ്റെ കാര്യം പറയാം. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പം ഇവിടെ കൺസെപ്റ്റ് ഇങ്ങനെ തരാണ് നമുക്ക്. അപ്പോൾ ബേസ് ആയാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും നമ്മൾ പണ്ട് 7ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ബേസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരും. മനസ്സിലായോ മക്കളെ, മനസ്സിലായോടാ, പറയടാ. അപ്പോൾ അവർക്ക് ഒരു തൃപ്തി വരാത്ത പോലെയാണ്, നമ്മളിങ്ങനെ പറയണം. നമ്മൾ ആ എക്സ്ട്രീമിൽ നമ്മളെ കൊണ്ട് എത്തിക്കുക അവർ പഠിപ്പിച്ച്. തൃശ്ശൂരായാലും മലപ്പുറം ആയാലും കോഴിക്കോടായാലും 3 സെൻറ്റർ, 1 ടോട്ടൽ 5 സെൻറ്റർ ഉണ്ട്. 5 സെൻറ്ററിലും ഫാക്കൽറ്റി പൂൾ എല്ലാം സെയിമാണ്. അപ്പോൾ മലപ്പുറത്ത് കഴിഞ്ഞ വീക്കിൽ പഠിപ്പിച്ച സാറായിരിക്കും ഈ വീക്കിൽ ഇവിടെയാവുക. തൃശ്ശൂരായിരിക്കും. ഈ വീക്കിൽ പഠിച്ച സാറ് ചിലപ്പോൾ നെക്സ്റ്റ് 3 വീക്ക് കഴിഞ്ഞാൽ കോഴിക്കോടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വാർഡന്മാരെ അല്ലെങ്കിൽ മെൻറ്റേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കുട്ടികളോട് പെരുമാറേണ്ടത്, അങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറയണേ, അങ്ങനെയൊക്കെ പറയോ? ഞാൻ തുടക്കത്തിൽ എല്ലാ വീക്കിലും ഒരു മീറ്റിംഗ് ഉണ്ട്. വീക്കിലി മീറ്റിങ്ങിൽ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളൊരു കുട്ടിയോട് എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്താ ആ കുട്ടി നിങ്ങളുടെ മക്കളായിട്ട് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം അവരോട് പറയാൻ. അല്ലാതെ ചെന്ന വശം നമ്മുടെ ജോലിക്ക് വന്നിട്ട് ജോലിക്കാരെ പോലെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശരിയാവില്ല. നമ്മുടെ മക്കളോട് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിച്ചാൽ അവർ ഇഷ്ടപ്പെട്ട് അവർ സ്നേഹിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും ആ മക്കൾ കേൾക്കും. പിന്നെ ആ സ്നേഹം ഒന്ന് പോകുമ്പോൾ ഒന്ന് തലോടി പഠിച്ചോളട്ടാ കുട്ടാ, അതിലവർ വിജയിച്ചു. അത് പറഞ്ഞപ്പോൾ ഞാനിപ്പം വരുമ്പം ശരിക്കും ജോജി സാറ് കയ്യിലൊരു മാർക്ക് ഷീറ്റുമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ താഴെ 3 കുട്ടികൾക്ക് മാർക്ക് കുറച്ചധികം കുറവാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് ഇതെന്താ സാറേ ഇടുന്ന വരുന്നത്? സാറ് പറഞ്ഞ് ഈ 3 കുട്ടികൾക്ക് മാർക്ക് കുറവാണ്, ഇതിലുള്ള 2 ആളെ കണ്ട് ഞാനിപ്പോൾ ഒന്ന് സംസാരിച്ച് വരികയാണ്, അടുത്ത ആളോട് സംസാരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പോയി സാർ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. സാർ ഇവിടെ ആ കുട്ടി ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സാറ് കൂട്ടിയിട്ട് മെസ്സിൽ പോയി, സാർ ഇത്രേ പറഞ്ഞുള്ളൂ, മാർക്ക് കുറവാണ് ട്ടാ, ഒന്നുമില്ല ട്ടാ, സാറില്ല, ശരിയാക്കാ, പ്രശ്നമല്ല, നമ്മളൊക്കെയല്ലേ കൂടെ, തുടക്കത്തിൽ ഇങ്ങനെ റെഡിയാവും. ആ ഒരു ടോണിൽ ഭയങ്കര സ്നേഹത്തിൽ അത്രയും മാർക്ക് കുറവായ കുട്ടീനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഓൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്, ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ട് ആ ഒരു മെത്തേഡ് എന്തായാലും അതാണ് വർക്ക് ചെയ്യാന്നാണ്. 20 ദിവസം കഴിഞ്ഞ് ആ കുട്ടി ആ മോൻ ഭംഗിയാവും. കാരണം അവരുടെ മൈൻഡ് ഫ്രീ ആയി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചോളും. ചില ദിവസം കുട്ടികൾ പറയും, പരീക്ഷ കഴിഞ്ഞ് സ്ട്രെസ്സായി കഴിഞ്ഞാൽ, സാർ ഞങ്ങളൊന്ന് അവിടെ പോയിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ ഇരുന്ന് ചായ കുടിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് അവർ ചോദിക്കുന്നത് അത് അവർ വേണമെന്നുള്ളതുകൊണ്ടല്ല ചോദിക്കുന്നത്, മക്കൾ പോയി ഇരുന്ന് ചായ കുടിച്ചോളൂ എന്ന് പറയും. പക്ഷേ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ 4 ഇരട്ടി പഠിക്കാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ഇടയിൽ വരും. കാരണം നമ്മൾ അന്ന് ചായ കുടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അവരാ ദിവസം പഠിപ്പ് പോയി. അപ്പോൾ അവരാ പോയി വന്നു. അപ്പോൾ നമ്മൾ അനുവദിച്ചു, നമ്മൾ ശ്രദ്ധിക്കും അവരെന്താണ് ചെയ്യണമെന്നുള്ളൊരു ശ്രദ്ധ കൊടുക്കും എപ്പോഴും. കാരണം അപ്പോൾ അവരുടെ ഒരു മോശം രീതിയിൽ ഒന്നും അവരുടെ ഭാഗത്ത് വന്നിട്ടില്ല. കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, ഒരു കുട്ടികളും കുഴപ്പമില്ല. എന്താ ആ ഒരു സ്റ്റഡി ഹാളിലൊക്കെ ഒരു എന്താ വർത്താനം അവിടുത്തെ? നമ്മുടെ ക്ലാസ് ടൈമും പിന്നെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കുറച്ച് ബ്രേക്സ് ഇല്ലേ, അതൊക്കെ കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി ഹാളിലാണ്. AC ആണ് ഫുള്ള്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട്, നോയ്സ് ഒന്നുമില്ല, നല്ല സൈലൻസ് ആയിട്ട് അവിടെ നിന്ന് പഠിക്കാം. നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്സൊക്കെ ഉണ്ട്, റെഫറൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ PYQ ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റിവൈസ് ചെയ്യുന്ന ടൈമിൽ, പഠിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സൊക്കെ അവൈലബിൾ ആണ്, റെക്കോർഡഡ് ക്ലാസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നോക്കി ഒന്നും കൂടി ക്ലാസ്സൊക്കെ കണ്ട് കുറച്ചും കൂടി തിയറി ഓക്കെ ആക്കിയിട്ട് നമ്മൾ അതിൽ തന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ചെയ്യാൻ വേണ്ടി, അതൊക്കെ ചെയ്ത്
അങ്ങനെ ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടാണ് അങ്ങനെയാണ് സ്റ്റഡി ഹാളിലെ ഒരു കാര്യം. ചെയ്യുമ്പോൾ മോൾക്ക് ഈ എടുത്ത ഭാഗങ്ങൾ നല്ല കോൺഫിഡൻസ് ആവുന്നുണ്ടോ? ആവുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പം എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്യുമ്പം ജസ്റ്റ് കൺഫ്യൂഷൻ വരാണെങ്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ അത് എക്സ്പ്ലനേഷനും കൂടി ഇട്ട് നോക്കിയിട്ട് അപ്പോൾ പിന്നെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വരും നമുക്ക് ചെയ്യാൻ പറ്റാത്ത. ക്ലാസ് റൂമും നമുക്ക് ഈസിയാണ്. ഈസി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ അത്യാവശ്യം കൂളായിട്ട് ഭയങ്കര പീസ്ഫുൾ ആണ്. നമുക്ക് പുറത്തുനിന്ന് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ക്ലാസ്സിന്റെ പറഞ്ഞപ്പോഴാണ് മുന്നേ ഏതോ ഒരു കുട്ടി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ അതാണല്ലോ ക്ലാസ് റൂം. അപ്പോൾ അവിടുന്ന് ഒരു പ്രോബ്ലം കിട്ടാണ്ട് നമ്മൾ സ്റ്റെക്കായി കഴിഞ്ഞാൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വ്യൂ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പല ക്വസ്റ്റിൻ്റെ ആൻസർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. മുന്നേ ഒരു കുട്ടി പറഞ്ഞു. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ആൻസർ കിട്ടിയോ? ഇല്ല, ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ക്ലാസ്സിൽ തന്നെ നമുക്ക് കിട്ടും. ക്ലാസ് തന്നെ കിട്ടും, പുറത്ത് പോകേണ്ടിയൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞ കൊല്ലം പഠിച്ച റിപ്പീറ്ററിന് പഠിച്ച കുട്ടിയുടെ ഓക്കെ, യു മേ പ്രൊസീഡ് മാം. ക്ലാസ് നമ്മൾ സ്റ്റഡി ഹാളിൽ ഇരിക്കുന്ന പോലെ തന്നെ കംഫർട്ടാണ് ക്ലാസ്സിൽ നമ്മൾ ടീച്ചേഴ്സ് അവരൊക്കെ നല്ല രീതിയിൽ നമ്മളെങ്ങനെ പാമ്പർ ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ തൃശ്ശൂരിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ കുട്ടികൾ എത്ര കുട്ടികൾ, ഇപ്പോൾ 1000, 2000 അല്ല, 3000 അല്ല. ഞാൻ മുൻപ് എൻ്റെ സ്ഥാപനത്തിൽ 7000 കുട്ടികൾ പഠിച്ചിരുന്നതാണ് ഓൾറെഡി. അപ്പോൾ എനിക്കൊരു 7000 കുട്ടികൾ വന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ എൻ്റെ ഇൻഷാള്ള എന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ അനുഗ്രഹിച്ച് അതൊക്കെ ശരിയാക്കി തരുന്നുണ്ട്. അപ്പോൾ അത് വേണം കേട്ടോ. നമുക്കൊരു ആ ഒരു പവർ നഷ്ടപ്പെടാൻ പാടില്ല. പവറിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എല്ലാവരും ഇതൊരു സിനിമ പിടിക്കുന്ന പോലെ സത്യത്തിൽ സംവിധായകനും മെയിൻ നടനും സഹനടന്മാരും ക്യാമറമാരും എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ച് വർക്ക് ചെയ്ത് അത് നല്ല കഥയായിരിക്കണം, നല്ല ക്യാമറ ടെക്നിക്ക് വേണം, നല്ല ഫ്ലോ വേണം. ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ കണ്ട എൻ്റെ ഒരു ഇതിൽ പറയാം, ക്ലാസ് റൂം ആണെങ്കിൽ സെൻട്രലിൽ, ബോയ്സിൻ്റെ ഹോസ്റ്റലാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ, ഗേൾസിൻ്റെ ആണെങ്കിൽ ഈ ഇതിൻ്റെ നേരെ ബാക്കിൽ. അപ്പോൾ ബോയ്സിന് ഗേൾസിനെ കാണാനും പറ്റില്ല, ഗേൾസിന് ബോയ്സിനെയും കാണാൻ പറ്റില്ല. പക്ഷെ ക്ലാസ് ആണെങ്കിൽ സെൻട്രലിൽ. എന്നാലാ എല്ലാം അടുത്താണ്. ആദ്യം മോള് വന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ആദ്യം ഈ ശിവാനി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവാനി ഭയങ്കര ടെൻഷനിലായിരുന്നു. ഭയങ്കര ടെൻഷനിൽ തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ശിവാനി നല്ല ടെൻഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ ശിവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാറ്റം വന്ന അതായത് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് ആ കുട്ടിയിൽ വന്നു. ഞാൻ മനസ്സിലാക്കിയത് അതാ, ആ കുട്ടിക്ക് പഠിക്കാനുള്ള മൈൻഡ് വന്നു. ഇനി ഒരു 15-20 ദിവസം കഴിഞ്ഞാൽ ഈ മോള് ഒരു കാരണവശാലും വേറെ വലിയ ചിന്തയൊന്നുമില്ല, പഠിക്കുക എന്നുള്ളൊരു മൈൻഡിലേക്ക് ആ കുട്ടി വരും. അത് ഞാൻ വിചാരിക്കുന്നതല്ല, അത് ആയിത്തീരും. ആയിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണമോ മറ്റുള്ളതിലൊന്നും ഒരു ഇതില്ല. ഇവരുടെ ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇവിടെ അലക്കി വൃത്തിയാക്കി തേച്ച് കൊടുക്കുന്നുണ്ട് ആ ലോണ്ടറി. ഇതെല്ലാം ഓരോ കാര്യങ്ങളും ഇവരുടെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എക്സാമിനെ കുറിച്ച് പറഞ്ഞില്ല, അതും കൂടെ ഒന്ന് പറഞ്ഞുതരോ? ഇപ്പൊ എങ്ങനെയാണ് ക്ലാസ് നടക്കുന്നത്, ഇപ്പൊ എങ്ങനെയാണ് എക്സാം ഉള്ളത്? അതുകൂടെ നമുക്ക് 7:30 മുതൽ 12:30 വരെയാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ സൺഡേ നമുക്ക് എക്സാം കാണും. അപ്പോൾ എക്സാം ഒക്കെ എഴുതി 2 ദിവസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കട്ട വെയിറ്റിംഗ് ആയിരിക്കും റിസൾട്ട് വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നോക്കും റാങ്ക് എവിടെ വരും. ഇവിടെ ആദ്യത്തെ 2-3 റാങ്ക് വരുന്നവർക്ക് ഡയറി മിൽക്ക് ഉണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? അത് അവർക്കൊരു പ്രോത്സാഹനം. ഡയറി മിൽക്കും കൊണ്ട് വരും സാർ. ഇന്നായിരുന്നു നമുക്ക് ഈ കഴിഞ്ഞ വീക്കിലെ എക്സാമിന്റെ റിസൾട്ട് വന്നത്. അപ്പൊ ഇന്ന് സാറ് ഡയറി മിൽക്ക് ഒക്കെ ആയിട്ട് വന്ന് കൊടുത്ത്, എന്നിട്ട് അടുത്ത പ്രാവശ്യം വാങ്ങിക്കാനോന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കും. അല്ല, വാശി നമുക്കൊരു ഓൾറെഡി വരുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പഠിച്ച ആള് ചിലപ്പോ തേടാവും, ചിലപ്പോ പുറത്താവും. അപ്പൊ ഇവര് നല്ല മത്സരം നടക്കണത്, ഇവരിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ള ഒരു ടെൻഷൻ പാടില്ല അവർക്ക്. ഒരു മത്സരം വേണം അല്ലേ ശരിക്കും. ആ മത്സരം ഉണ്ടായാലും ഇവര് 23 ലക്ഷം കുട്ടികളായിട്ട് മത്സരിക്കുന്നതാ. അപ്പൊ ഇവിടെ മത്സരിച്ചാലേ അവിടെ നന്നായി മത്സരിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ശിവാനി എന്നാണ് ഇതില് 1ാം റാങ്ക് വാങ്ങാൻ പോകുന്നത്? ഏത് വീക്കാണ്? വാങ്ങിക്കും. ഞാൻ ശിവാനിയുടെ മാറ്റത്തെയാണ് എനിക്ക് ഇഷ്ടമായത്. ശിവാനിക്ക് ഉള്ളിലുള്ളൊരു പഠിക്കണം എന്നൊരു മോട്ടിവേഷൻ വരെ ഉണ്ട്. എനിക്കത് വളരെ ഇഷ്ടമായി. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഈ ക്യാമ്പസിലുണ്ടാവും, ധൈര്യമായിട്ടിരുന്നു. ഓക്കെ. അപ്പോൾ ജോജ് സാർ എന്തായാലും ഫുൾ ടൈം ഇവിടെ
തൃശ്ശൂർ ക്യാമ്പസിൽ ഉണ്ടാവും. തൃശ്ശൂർ ക്യാമ്പസിന് വേണ്ടി ജോജു സാർ എന്താണ്, ജോജു സാറിൻ്റെ യുവത്വം അങ്ങ് അതാ പറയാ, യുവത്വം അങ്ങ് മാറ്റി വെക്കുകയാണ്. താങ്ക് യു ജോജു സാർ. ആൻഡ് ശിവാനിക്ക് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാനുണ്ടെങ്കിൽ? നമ്മൾ പുറത്തുനിന്ന് കാണുന്ന, നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്ത് വരൂലേ, ആ എക്സ്പെക്ടേഷൻസിനെ കാട്ടിയും കുറേ ഉണ്ട് ഇവിടെ. നമ്മുടെ ടീച്ചേഴ്സ് ആയാലും, ജോയ് സാർ ആയാലും, മെൻറ്റേഴ്സ് ആയാലും, നമ്മുടെ വാർഡൻസ് ആയാലും, ഈവൻ ക്ലാസ്മേറ്റ്സ് ആയാലും എല്ലാവരും. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നത്? ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പം ഒരു സമാധാനമുണ്ട്, ഒരു നമ്മൾ സേഫർ ഹാൻഡ്സിലാണെന്ന് പറയില്ലേ, അതുണ്ട്. അതെ, ഓക്കെ, ശരി, താങ്ക് യു. ശരി. ഇവിടെ എജുപോർട്ട് ക്യാമ്പസ് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഉള്ളത്. കുട്ടികളിവിടെ പഠിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പഠനത്തിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവരിവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു പോസിറ്റീവ് വൈബ് തന്നെ കിട്ടും. ഈ അധ്യാപകരെ പറ്റി പറയുകയാണെങ്കിൽ NIT-യിലും IIT-യിലും കേരളത്തിലെ മികച്ച മെഡിക്കൽ കോളേജിലും കോഴ്സ് കഴിഞ്ഞവരും ഏറ്റവും നല്ല സബ്ജക്റ്റ് എക്സ്പെർട്ടുകളുമാണ് അവരെ ഈ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കാനായിട്ട് ഉള്ളത്. ഒരു കൊല്ലം അവർക്കൊരു വേസ്റ്റ് ആവില്ല. ഒരു കൊല്ലം അവർ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലും IIT-യിലും NIT-യിലും അവർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു ചോയ്സാണ് എജുപോർട്ട് തൃശ്ശൂർ ക്യാമ്പസ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എജുപോർട്ട് ക്യാമ്പസിലേക്ക് വരാം. വാം വെൽക്കം.